എല്ലാ സുഹൃത്തുക്കൾക്കും ടോക്ക് ടൈം അക്കാദമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു തുടക്കക്കാരനായ വീഡിയോ എഡിറ്റർ തുടക്കത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായ ചില ടിപ്സ് ആൻഡ് ട്രിക്കുകളും അതുപോലെ തന്നെ ഡിസൈനിങ്ങിൻ്റെതായ ഫണ്ടമെന്റൽസുമാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഇവ രണ്ടും കാണാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോയുടെ ഐക്കാർഡിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഇവ രണ്ടിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ ഈ വീഡിയോ കാണുക. ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ അഡോബ് പ്രീമിയർ പ്രോയുടെ ബേസിക്സ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ തന്നെ അഡോബ് പ്രീമിയറിനെ കുറിച്ച് ഉണ്ടാക്കിയ ചെറിയൊരു പ്രൊമോ വീഡിയോ ഉണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ ക്ലാസ് കാണുക. ഇനി അത് കാണാൻ താല്പര്യമില്ലാത്തവർ നമ്മുടെ താഴെ ക്ലാസ്സിൻ്റെ ടൈം കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈം കോഡ് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് നേരെ നമ്മുടെ ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്ത് എഡിറ്റിംഗ് ആരംഭിക്കുകയാണ്. പ്രീമിയർ പ്രോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ മുമ്പ് ചെയ്ത വർക്കുകൾ കാണാൻ സാധിക്കും. നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഞാനിവിടെ ന്യൂ പ്രൊജക്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. തുറന്നു വരുന്ന വിൻഡോയിൽ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിന് ഒരു പേര് കൊടുക്കുന്നു. ഞാനിവിടെ ബേസിക്സ് 1 എന്നാണ് കൊടുക്കുന്നത്. ശേഷം നമ്മൾ ഫയൽ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ വിൻഡോസിൽ പോയിക്കൊണ്ട് ഞാനിവിടെ CS2 എന്ന ഫോൾഡറാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിന് ആവശ്യമായ റെൻഡർ സെലക്ട് ചെയ്യണം. അപ്പോൾ ക്യൂടെ പോലത്തെ പവർഫുള്ളായ വീഡിയോ കാർഡ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യൂടെയാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഓൺലി ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഒരു പക്ഷേ സോഫ്റ്റ്വെയർ ഓൺലി സെലക്ട് ചെയ്താണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ പ്രീമിയർ പ്രോ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ കമ്പ്യൂട്ടർ ഹാങ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്യൂടെ പോലത്തെ വീഡിയോ കാർഡ് ഉണ്ടെങ്കിൽ ക്യൂടെ തന്നെ ഉപയോഗിക്കുക. ബാക്കിയുള്ള എല്ലാ സെറ്റിംഗ്സുകളും നമുക്ക് ഡിഫോൾട്ടാക്കി വെച്ചുകൊണ്ട് നേരെ തന്നെ എഡിറ്റിംഗിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് പ്രീമിയർ പ്രോയുടെ വെൽക്കം ഇന്റർഫേസ്. അപ്പോൾ ഇതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ പാനൽ കാണാൻ സാധിക്കും. അപ്പോൾ പ്രീമിയർ പ്രോയെ കുറിച്ചുള്ള നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഈ വീഡിയോയിൽ നൽകുന്നതിനാൽ നമുക്ക് ഈ പാനലിന്റെ ആവശ്യമില്ല. അതിനാൽ ഞാൻ ഈ പാനൽ ക്ലോസ് ചെയ്യുകയാണ്. പ്രീമിയർ പ്രോ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഒരുപാട് പാനലുകൾ കൂടിച്ചേർന്നിട്ടാണ് പ്രീമിയർ പ്രോയുടെ ഇന്റർഫേസ് ഉള്ളത്. ഈ പാനലുകളുടെ വലിപ്പം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കൂട്ടാനും കുറക്കാനുമെല്ലാം സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പാനലുകളെ കൊണ്ടുപോയി വെക്കാനും സാധിക്കും. പ്രീമിയർ പ്രോ ഓപ്പൺ ആകുന്ന സമയത്ത് പ്രീമിയർ പ്രോയിലെ ഡിഫോൾട്ട് പാനലായ ലേണിംഗ് പാനലിലാണ് നമ്മൾ ഉണ്ടാവുക. എന്നാൽ നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നത് എഡിറ്റിംഗ് പാനലിൽ നിന്നാണ്. വേറെയും ഒരുപാട് പാനലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതെല്ലാം അതിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്റർഫേസിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഓഡിയോ പാനലിൽ പോകുന്ന സമയത്ത് ഓഡിയോ എഡിറ്റ് ചെയ്യുന്ന സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഓഡിയോ പാനലിന്റെ ഇന്റർഫേസ് ഉള്ളത്. നമുക്ക് നേരെ എഡിറ്റിംഗ് പാനലിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇനി നിങ്ങളുടെ പ്രീമിയർ പ്രോയിൽ ഇങ്ങനെ പാനലുകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡോ മെനുവിൽ പോയി വർക്ക് സ്പേസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ പാനലുകളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അവിടെ വെച്ച് നിങ്ങൾക്ക് ഈ പാനലുകൾ ഓപ്പൺ ആക്കാവുന്നതാണ്. വിൻഡോ മെനു ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇവിടെ കാണാത്ത മറ്റ് വിഷ്വൽ പാനലുകൾ ഓപ്പൺ ആക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ ലൂമെട്രി കളർ എന്നൊരു പാനൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ലൂമെട്രി കളർ എന്നൊരു പാനൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ലൂമെട്രി കളർ പാനലിനെ കുറിച്ചുള്ള വിശദമായ ക്ലാസ് നമ്മുടെ വീഡിയോ പരമ്പരയിൽ വരുന്നതിനാൽ ഞാൻ ഇവിടെ ഇപ്പോൾ ഇത് വിശദീകരിക്കുന്നില്ല. ഞാനിവിടെ എൻ്റെ എഡിറ്റിംഗിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് പാനലുകൾ അല്പം അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് പാനലുകൾ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പ്രീമിയർ പ്രോയിൽ എങ്ങനെ ഫയലുകൾ ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഒരുപാട് രൂപത്തിൽ പ്രീമിയർ പ്രോയിൽ ഫയലുകൾ ഇമ്പോർട്ട് ചെയ്യാം.
ഉദാഹരണത്തിന് പുതിയ വേർഷനുകളിൽ നമ്മൾ ഇവിടെ ഡബിൾ ക്ലിക്ക് അടിച്ചാൽ തന്നെ ഇവിടെ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ആയിട്ട് വരും. ഇനി കുറച്ച് പഴയ വേർഷൻ ആണെങ്കിൽ നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് അമർത്തി കഴിഞ്ഞാൽ ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട വീഡിയോകൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഫയലുകളും ഇമ്പോർട്ട് ആയിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ സെലക്ട് ചെയ്ത ഫയലുകളെല്ലാം ഇവിടെ പ്രീമിയർ പ്രോയിൽ ഇപ്പോൾ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇവയെ നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ കാണാവുന്നതാണ്. ഇപ്പൊ നമ്മൾ തംബ്നെയിൽ രൂപത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ലിസ്റ്റ് രൂപത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോകൾ സൂം ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സൂം ചെയ്തും കാണാവുന്നതാണ്. ഞാനിവിടെ എന്റെ എഡിറ്റിംഗിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഇവിടെ ലിസ്റ്റ് ഓപ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഫയലുകളെല്ലാം കൃത്യമായി ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രീമിയർ പ്രോയിൽ ബിന്നുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ പ്രോഗ്രാം വിൻഡോയുടെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ ബിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വീഡിയോക്കും ഓഡിയോക്കും ഈ 2 ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ശേഷം ഞാൻ വീഡിയോ ഫൂട്ടേജുകൾ വീഡിയോ ഫോൾഡറിലേക്കും ഓഡിയോ ക്ലിപ്പുകൾ ഓഡിയോ ഫോൾഡറിലേക്കും മൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ ഫയലുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഓഡിയോക്ക് കീഴിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓഡിയോ ഫയലുകളുണ്ട്, വീഡിയോക്ക് കീഴിൽ നോക്കുകയാണെങ്കിൽ വീഡിയോ ഫയലുകളുമുണ്ട്. ഇനി നമുക്ക് ഇവയെല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മൂവി ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. എന്താണ് സീക്വൻസ്? ഞാനിവിടെ എളുപ്പത്തിൽ വിശദീകരിച്ചു തരാം. നമ്മൾ ഫോട്ടോഷോപ്പിൽ നമുക്ക് വേണ്ട രീതിയിൽ ഫയൽ സൈസുകൾ എടുക്കാറുണ്ട്. അതിന്റെ മറ്റൊരു രൂപമാണ് വീഡിയോ എഡിറ്റിംഗിൽ സീക്വൻസ്. നമ്മളൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് പ്രീമിയറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫയലുകൾ ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിനെല്ലാം എഡിറ്റ് ചെയ്ത് ഒരു മൂവി ആക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ സീക്വൻസ് ഉപയോഗിക്കുന്നത്. നമ്മുടെ എഡിറ്റിംഗിന്റെ ഫൈനൽ ഔട്ട്പുട്ടായി വരുന്ന മൂവിയുടെ ബേസ് ആണ് സീക്വൻസ്. ഒരു സീക്വൻസിന് കൃത്യമായ റെസൊല്യൂഷനും ഫ്രെയിം റേറ്റും ഉണ്ടായിരിക്കും. നമ്മൾ ടൈം ലൈനിൽ നടത്തുന്ന എല്ലാ എഡിറ്റിംഗിന്റെയും ഡീറ്റെയിൽസ് ഇവിടെയാണ് സേവ് ആകുന്നത്. ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫൂട്ടേജിലുള്ള സെയിം സെറ്റിംഗ്സ് സീക്വൻസിലും ഉപയോഗിക്കാനാണ്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഫൂട്ടേജ് സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് അമർത്തി കഴിഞ്ഞാൽ ന്യൂ സീക്വൻസ് ഫ്രം ക്ലിപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫൂട്ടേജിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സീക്വൻസ് ടൈം ലൈനിൽ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സീക്വൻസിന്റെയും നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ വീഡിയോയുടെയും ഫ്രെയിം റേറ്റ് രണ്ടും ഒന്നു തന്നെയാണ്. നിങ്ങൾ പ്രോഗ്രാം വിൻഡോയിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫയലുകളും ഒരേ ഫ്രെയിം റേറ്റിലും ഒരേ റെസൊല്യൂഷനിലുമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പക്ഷെ നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത റെസൊല്യൂഷനിലും വ്യത്യസ്ത ഫ്രെയിം റേറ്റിലുമുള്ള കണ്ടന്റുകളാണ് നിങ്ങളുടെ പ്രോഗ്രാം വിൻഡോയിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സീക്വൻസ് ക്രിയേറ്റ് ചെയ്താൽ ശരിയാവില്ല. അതിനാൽ നമുക്ക് അവിടെ ഒരു കസ്റ്റം സീക്വൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ സീക്വൻസ് തൽക്കാലത്തിന് ഇവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഒരു കസ്റ്റം സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാനായി നമുക്ക് ഇവിടെ പ്രോഗ്രാം വിൻഡോയുടെ താഴെ വന്നു കഴിഞ്ഞാൽ ന്യൂ ഐറ്റം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ സീക്വൻസ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഷോർട്ട് കട്ടായ Ctrl+N അമർത്തിക്കൊണ്ട് നമുക്ക് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ന്യൂ ഐറ്റമിൽ സീക്വൻസ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സീക്വൻസ് വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ HD വീഡിയോകൾ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി റെഡ് R3Dക്ക് കീഴിലുള്ള 1080 കീഴിലുള്ള പ്രീസെറ്റുകളാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ 4K ഔട്ട്പുട്ട് കിട്ടാനാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ 4Kക്ക് കീഴിൽ ഒരുപാട് പ്രീസെറ്റുകൾ അവൈലബിൾ ആണ്. അവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇവിടെ നോർമൽ കേസിൽ ഉപയോഗിക്കുന്ന HD തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സീക്വൻസിന് ഒരു പേരും കൊടുക്കാം. ഞാൻ ഇവിടെ സീക്വൻസിന് ബേസിക്സ് 1 എന്ന് പേര് കൊടുക്കുകയാണ്. എന്നിട്ട് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാനായി നമ്മൾ OK കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രോഗ്രാം വിൻഡോയിൽ കാണുന്നത് പോലെ ബേസിക്സ് 1 എന്ന പേരിൽ ഇവിടെ ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് യഥാർത്ഥ കളി തുടങ്ങാൻ പോകുന്നത്. നമ്മൾ ടൈം ലൈനിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ടൈം ലൈനിന് 2 പാർട്ടുകളുണ്ട്. മുകളിലത്തെ ഭാഗം ഇമേജ് വീഡിയോ പോലത്തെ വിഷ്വൽ കണ്ടന്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. താഴ്ഭാഗം ഓഡിയോ മ്യൂസിക് പോലത്തെ ഓഡിയോ കണ്ടന്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇനി നമുക്ക് പ്രോഗ്രാം വിൻഡോയിൽ നിന്നും എങ്ങനെ ഒരു ഫൂട്ടേജ് ടൈം ലൈനിലേക്ക് എത്തിക്കാമെന്ന് നോക്കാം.
അതിനുവേണ്ടി നമ്മൾ ഒരു ഫൂട്ടേജ് സെലക്ട് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് അടിച്ച് ഡ്രാഗ് ചെയ്തുകൊണ്ട് ടൈം ലൈനിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഈ വീഡിയോ ഇപ്പോൾ ടൈം ലൈനിൽ എത്തിയിട്ടുണ്ട്. ടൈം ലൈനിലുള്ള ഈ വീഡിയോ പ്ലേ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പേസ് ബാർ അമർത്തിക്കൊണ്ട് വീഡിയോ പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ ടൈം ലൈനിലുള്ള മാർക്കർ സ്ലൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ പ്രിവ്യൂ കാണാവുന്നതാണ്. ടൈം ലൈൻ സൂം ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള ഈ സ്ലൈഡറിന്റെ വലിപ്പം കൂട്ടിയും കുറച്ചും കഴിഞ്ഞാൽ നമുക്ക് ടൈം ലൈൻ സൂം ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ടൈം ലൈനിന്റെ ട്രാക്കിന്റെ വലിപ്പം കൂട്ടണമെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സ്പാൻഡ് ഓൾ ട്രാക്സ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള ട്രാക്കുകളൊക്കെ ഇപ്പോൾ എക്സ്പാൻഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള വീഡിയോ ഈ ടൈം ലൈനിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാവുന്നതാണ്. ഇനി ഒരേ സമയം ഒരുപാട് ഫൂട്ടേജുകൾ നമുക്ക് ടൈം ലൈനിലേക്ക് വലിച്ചിടണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫൂട്ടേജുകൾ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ടൈം ലൈനിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവയെല്ലാം തന്നെ ടൈം ലൈനിലേക്ക് എത്തുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫൂട്ടേജുകളെല്ലാം ടൈം ലൈനിലേക്ക് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ട്രിം ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് വീഡിയോയുടെ എൻഡിലോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലോ കൊണ്ടുപോയി മൗസ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു ചുവപ്പ് ഐക്കണായിട്ട് ആ മൗസ് കീ മാറുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൗസ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ അത്രയും ഭാഗം നമുക്ക് ട്രിം ചെയ്ത് കിട്ടും. ഈ മൗസ് പോയിന്ററിനെ പ്രീമിയർ പ്രോയിൽ സെലക്ഷൻ ടൂൾ എന്നാണ് വിളിക്കുന്നത്. വി ആണ് ഇതിന്റെ ഷോർട്ട് കട്ട്. ടൂൾ ബാറിൽ നമുക്ക് ഇതിന് പുറമെ ഒരുപാട് ടൂളുകൾ വേറെയും കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള വിശാലമായ ക്ലാസ് നമ്മുടെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ വരുന്നതിനാൽ ഞാനിപ്പോൾ മറ്റൊരു ടൂൾ കൂടി വിശദീകരിച്ച് ഈ ടൂൾ ബാർ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്ന മറ്റൊരു ടൂളാണ് റേസർ ടൂള്. ഈ റേസർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് സവാള കട്ട് ചെയ്യുന്നത് പോലെ വീഡിയോ പീസാക്കി മാറ്റാൻ സാധിക്കും. ഇപ്പൊ ഞാനിവിടെ കാണിക്കുന്നത് പോലെ എനിക്ക് ഈ വീഡിയോയുടെ 2 പാർട്ടാക്കി മാറ്റണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് വെച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ അവിടെ 2 പാർട്ടായിട്ട് മാറുന്നത് കാണാൻ സാധിക്കും. ഇനി ഞാൻ നേരെ സെലക്ഷൻ ടൂൾ എടുത്തുകൊണ്ട് ഇപ്പോൾ കട്ട് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കീ അമർത്തുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഭാഗത്ത് ഇപ്പോൾ പ്രോഗ്രാം മോണിറ്ററിൽ ബ്ലാങ്ക് ആയിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള വീഡിയോകളെ ഒന്നാമത്തെ വീഡിയോയിലേക്ക് യോജിപ്പിച്ചു വെക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഏറ്റവും എളുപ്പമായ മാർഗം ബാക്കിയുള്ള വീഡിയോകൾ നമ്മളിങ്ങനെ മൗസ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം അത് ഇവിടേക്ക് നീക്കി വെക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതൊരു മാർഗം, നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്ത ഈ ഭാഗത്ത് മൗസ് റൈറ്റ് ക്ലിക്ക് അമർത്തി കഴിഞ്ഞാൽ റിപ്പിൾ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ റിപ്പിൾ ഡിലീറ്റ് അമർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള വീഡിയോകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്നാമത്തെ വീഡിയോയിലേക്ക് ജോയിൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെയും റിപ്പിൾ ഡിലീറ്റ് അടിക്കുന്നു. അങ്ങനെ ഇപ്പോൾ പ്രീമിയറിലെ എല്ലാ വീഡിയോകളും കൃത്യമായിട്ട് പരസ്പരം ജോയിൻ ആയി കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിലേക്ക് വീഡിയോ വലിച്ചിടാനുള്ള മറ്റൊരു മാർഗമാണ് നമ്മൾ പ്രോഗ്രാം വിൻഡോയിൽ നമുക്ക് ഏത് ഫൂട്ടേജ് ആണോ ടൈം ലൈനിലേക്ക് വലിച്ചിടേണ്ടത് ആ ഫൂട്ടേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫൂട്ടേജ് നമുക്ക് ഇവിടെ സോഴ്സ് മോണിറ്ററിൽ ഓപ്പൺ ആയിട്ട് വരും. സോഴ്സ് മോണിറ്റർ ഉപയോഗിച്ച് നമുക്ക് നടത്താൻ കഴിയുന്ന ബേസിക് എഡിറ്റിംഗിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ചില സമയങ്ങളിൽ നമുക്ക് ഫൂട്ടേജിന്റെ മുഴുവൻ ഭാഗവും ടൈം ലൈനിലേക്ക് വേണ്ടി വരില്ല. ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം ടൈം ലൈനിലേക്ക് വലിച്ചിട്ടാൽ മതിയാകും. അത്തരം അവസ്ഥകളിൽ നമുക്ക് ആ വീഡിയോക്ക് ഇൻ മാർക്കും ഔട്ട് മാർക്കും സെറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ വീഡിയോ സ്പേസ് ബാർ അമർത്തിക്കൊണ്ട് പ്ലേ ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് ഇൻ മാർക്ക് സെറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ ഇന്നിന്റെ ഷോർട്ട് കട്ടായ ഐ എന്ന് അമർത്തുന്ന സമയത്ത് അവിടെ ഒരു ഇൻ മാർക്ക് ക്രിയേറ്റ് ആയി. ഇനി ഔട്ട് മാർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ O അമർത്തുന്ന സമയത്ത് അവിടെ ഒരു ഔട്ട് മാർക്കും ക്രിയേറ്റ് ആയി. ഇനി ഞാൻ ഈ വീഡിയോ സോഴ്സ് മോണിറ്ററിൽ നിന്നും ടൈം ലൈനിലേക്ക് വലിച്ചിടുമ്പോൾ നമ്മൾ ഇൻ മാർക്കും ഔട്ട് മാർക്കും സെറ്റ് ചെയ്ത ഭാഗം മാത്രമായിരിക്കും ടൈം ലൈനിലേക്ക് എത്തുക. സോഴ്സ് മോണിറ്ററിൽ ഇൻ മാർക്കും ഔട്ട് മാർക്കും സെറ്റ് ചെയ്യാൻ നമുക്കിവിടെ താഴെയുള്ള ഈ ഐക്കണുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇങ്ങനെയുള്ള ഈ ഐക്കണുകളൊന്നും നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സോഴ്സ് മോണിറ്ററിന്റെ മൂലക്കലുള്ള ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരാത്ത മറ്റു ഐക്കണുകൾ കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ അവ നേരെ ഡ്രാഗ് ചെയ്തുകൊണ്ട് സോഴ്സ് മോണിറ്ററിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതവിടെ വരും. ഇനി നിങ്ങളിപ്പോൾ ഔട്ട് മാർക്കും ഇൻ മാർക്കും സെറ്റ് ചെയ്ത ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ അല്പം കൂടി കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ഷനിൽ വന്നുകൊണ്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇൻ മാർക്കിന്റെയും ഔട്ട് മാർക്കിന്റെയും ഡ്യൂറേഷൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൂട്ടാനും കുറക്കാനും സാധിക്കും. ഇനി നമുക്ക് ഒരു വീഡിയോയുടെ ഓഡിയോ വേണ്ട, വീഡിയോ മാത്രം മതിയെങ്കിൽ നമുക്ക് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്താൽ ഈ വീഡിയോയുടെ വീഡിയോ മാത്രമേ നമുക്ക് ഇവിടെ ടൈം ലൈനിലേക്ക് വരികയുള്ളൂ.
അതേസമയം നമുക്ക് വീഡിയോ വേണ്ട ഓഡിയോ മാത്രം മതിയെങ്കിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ഓഡിയോ മാത്രമായിരിക്കും ഇവിടേക്ക് എത്തുക. നമ്മൾ ടൈം ലൈനിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ചില വീഡിയോ ക്ലിപ്പുകൾക്ക് ഓഡിയോ ഉണ്ട്, എന്നാൽ അതേസമയം ചിലതിന് ഓഡിയോ ക്ലിപ്പുകൾ ഇല്ല. ആ വ്യത്യാസം നിങ്ങൾക്ക് പ്രോഗ്രാം മോണിറ്ററിലെ ഈ ചെറിയ ഐക്കണുകൾ നോക്കിക്കൊണ്ട് തന്നെ ഓഡിയോ ഉള്ള ഫൂട്ടേജിന്റെയും ഓഡിയോ ഇല്ലാത്ത ഫൂട്ടേജും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ക്ലാസ്സിന്റെ 1ാം പാർട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 2ാം പാർട്ട് ഇനി വരാനിരിക്കുന്നുണ്ട്. അതും കൂടി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അഡോബ് പ്രീമിയർ പ്രോയെ കുറിച്ച് നല്ലൊരു വിവരണം ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിന് തീർച്ചയായും നമ്മൾ മറുപടി തരുന്നതായിരിക്കും. വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചുള്ള മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം.